ആവർത്തിച്ചു പറയണം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സ്വഹാബികളോട് പറയുകയാണെങ്കിൽ ആ പറയുന്നതിനെ കേട്ട സ്വഹാബികൾക്ക് അത് മനസ്സിലായി, വ്യക്തമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവർത്തിച്ച് പറയുമായിരുന്നു. സദസ്സിന് അല്ലെങ്കിൽ ഞാൻ ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത് അവർക്കത് വ്യക്തമായി മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യമാകുന്നത് വരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്ക് ആവർത്തിച്ച് പറയുമായിരുന്നു. അപ്പൊ നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം അത്യാവശ്യം ഉയർത്തി വ്യക്തമായ ഭാഷയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുമാണ് നമ്മൾ സംസാരിക്കാൻ. അതല്ലാത്ത ഘട്ടത്തില് അത് നിങ്ങൾ പറയുന്നതിന് അവർ തെറ്റിദ്ധരിക്കുകയോ അതല്ലെങ്കിൽ അതിന് മറ്റൊരു അർത്ഥം അവർ കണ്ടെത്തുകയോ ചെയ്തേക്കും. മറ്റൊരു അർത്ഥത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അവർ വേറെ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ മാത്രമല്ല, ഒരാളെ നിങ്ങൾ കുത്തി നോവിക്കരുത്. വാക്കുകളെ കൊണ്ട് ഒരാളെ നിങ്ങൾ കുത്തി നോവിക്കരുത്, ആക്ഷേപിക്കരുത്, മോശപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ ഖുർആൻ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറഞ്ഞ് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നവർക്ക്, മറ്റുള്ളവനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവർക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്തിന്റെ ആധിക്യത്തില്, സമ്പത്തിന്റെ പെരുപ്പത്തില് ഞാൻ വലിയവനാണ് എന്ന ബോധത്തില് ഒരാൾ അവനേക്കാൾ സാമ്പത്തികമായി താഴെയുള്ളവരോട്, അതല്ലെങ്കിൽ അവനേക്കാൾ തറവാട് താഴെയുള്ളവരോട്, അവനേക്കാൾ താഴെയുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നവരോട് വേദനിപ്പിക്കുന്ന വാക്കുകൾ, കുത്തുവാക്കുകൾ, ആക്ഷേപ വാക്കുകൾ പറയുന്നവർക്ക് നാശമാണെന്ന് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. അങ്ങനെ ഇസ്ലാമിലൊരു വലിയോനെ ചെറിയോനെ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് ഇതിന് ഒരു അമുസ്ലിമിനോടാണെങ്കിലും ശരി, ഒരു അമുസ്ലിമിനെ ആണെങ്കിൽ പോലും അവൻ ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അവന്റെ തറവാടിനെ, അല്ലെങ്കിൽ അവന്റെ പിതൃത്വത്തെ, അതല്ലെങ്കിൽ അവന്റെ വേഷവിധാനങ്ങളെ, അല്ലെങ്കിൽ അവന്റെ ജാതിയെ, അവന്റെ മതത്തെ, അവന്റെ വർണ്ണത്തെ ഒന്നും വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് കറുത്ത പെണ്ണിന്റെ മകൻ കറുത്തവനെ എന്ന് വിളിച്ച സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്, ആവർത്തിക്കരുത് എന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവനായിരുന്നു, കറുത്ത ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് കറുത്ത പെണ്ണിന്റെ മകൻ കറുത്തവനെ എന്ന് വിളിച്ചപ്പോൾ ആ സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ താക്കീത് നൽകി, ഒരിക്കലും ആവർത്തിച്ചു പോകരുത് എന്ന്. കാരണം അല്ലാഹുവിന്റെ ഖുർആനിന്റെ താക്കീതാണ്. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. മറ്റുള്ളവന്റെ വർണ്ണത്തെയോ അവന്റെ വർഗത്തെയോ അവന്റെ ജാതി യോ അവന്റെ മതത്തെയോ അവന്റെ വേഷവിധാനങ്ങളെയോ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സംസാരം നിങ്ങളിൽ ഉണ്ടാവരുത്. അങ്ങനെ സംസാരിക്കുന്നവർക്ക് വളരെ നാശമെന്ന്, നഷ്ടമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തിയിട്ട് വേദനിപ്പിച്ച് സംസാരിക്കുന്നവരെ അവരെ ഹുക്മായി എറിയപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അവരെ ഹുക്മയിൽ എറിയപ്പെടുക തന്നെ ചെയ്യുന്നതാണ്.
അദ്റാക മൽ ഹുതമ, എന്താണ് ഹുതമ എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഹുതമയെ വിശദീകരിക്കുന്നുണ്ട്. വമാ അദ്റാക മൽ ഹുതമ, എന്താണ് ഹുതമ എന്ന് നിങ്ങൾക്കറിയുമോ? നാറുല്ലാഹിൽ മൂഖദ, അത് കത്തിജ്വലിക്കപ്പെട്ട അഗ്നിയാകുന്നു. എത്രയോ വർഷങ്ങളായി കത്തിജ്വലിച്ചു നിൽക്കുന്ന നരകാഗ്നിയാണ് ഹുതമ എന്ന് പറയുന്നത്. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, അതിന്റെ ചൂടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയങ്ങളിലേക്ക് അതിന്റെ ചൂട് പടർന്നു പോകുന്ന രൂപത്തിൽ അത്രയും വളരെ കഠിനമായ വർഷങ്ങളോളം കത്തിക്കപ്പെട്ട നരകമാണ്, നരകാഗ്നിയാണ് ഹുതമ. ആ ഹുതമയിലേക്ക് അവരെ എറിയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. അപ്പൊ അത് വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഒരാളെയും ആക്ഷേപിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് അതിലും ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു പെണ്ണ് ഏത് വിശേഷം ധരിക്കണമെന്ന്, ഒരു പെണ്ണ് എങ്ങനെ പുറത്തിറങ്ങണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു, ഏ നബിയേ, കുല്ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോടങ്ങ് പറയണമെന്ന് പറഞ്ഞാൽ അവരോട് നിർബന്ധത്തിന്റെ കൽപ്പന കൽപ്പിക്കണം. അംറുൻ വാജിബ്, നിർബന്ധമായ കൽപ്പന. കുല്ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോടങ്ങ് കൽപ്പിക്കണം, അവരോട് പറയണം. വബനാതിക, അങ്ങയുടെ പെൺമക്കളോടും പോരാ. ഇത് നബി കുടുംബത്തിന് മാത്രമുള്ളതല്ല. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട്, മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് നബിയങ്ങ് കൽപ്പിക്കണേ. യുദ്നീന അലൈഹിന്ന മിൻ സലാബീബിഹിന്ന, അവർ അവരുടെ ജിൽബാബ് താഴ്ത്തിയിടട്ടെ എന്ന്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ മേൽവസ്ത്രമെന്നാണ് അർത്ഥം. മേൽവസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ സ്ത്രീണഭാവങ്ങള്, അവരുടെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങള്, അവളുടെ മാറിടത്തിന്റെ വലിപ്പം, അവരുടെ ശരീരത്തിന്റെ ഘടന,